എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കായ തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള ഒരു കറിയാണ്. ഒരു കായ എടുത്തിട്ടുണ്ട്, ഇത് ഇത്തിരി വലിയ കായാണ്, നേന്ത്രക്കായ. ഒരു കായ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഈ രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് തക്കാളി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സവാള, ചെറിയ സവാളയാണ്, ഒരെണ്ണം വലിയ സവാളയാണ്, ഒരെണ്ണം മതി. കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേറെ വേണ്ടത്. ഇനി ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിക്കാം. കടുകും മുളകും പൊട്ടിച്ചു. പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് ഇളക്കാവുന്നതാണ്. വെളുത്തുള്ളിയും കൂടെ ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പച്ചമുളക്, ഇഞ്ചി ചേർക്കാം. നന്നായി ഇളക്കുക. അതിനുശേഷം നന്നായി വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് ഇളക്കാം. ഒരു 2 മിനിറ്റ് വേവാനായിട്ട് വെക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ചേർത്തതിന് ബാക്കി ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിന് ശേഷം തക്കാളി വാടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പച്ചക്കായ ചേർക്കുക. പച്ചക്കായ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പറഞ്ഞ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാം. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് വേവാനുള്ള വെള്ളമാണിത്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് അടച്ചു വേവിച്ചതിന് ശേഷം ചെറു തീയിൽ വേവിക്കുക. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ കായൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കായ തക്കാളി ഉള്ളിക്കറി റെഡി ആയിരിക്കുകയാണ്. വളരെ നല്ലൊരു വിഭവമാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.